കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. 2024 ജൂൺ 3 കുട്ടികൾ അക്ഷരമുറ്റത്തേക്ക്. നാടും നഗരവും പ്രവേശനോത്സവത്തിൽ. ഈസ്റ്റ് കല്ലൂർ ഗവൺമെൻറ് LP സ്കൂൾ പൊതുവിദ്യാഭ്യാസം ഉയർത്തെഴുന്നേൽപ്പിലേക്ക്. ഇങ്ങനെയാണ് നാട് ഉണരുന്നത്. പൊതുവിദ്യാഭ്യാസം നാട്ടിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് പാശ്ചാത്യ വിദ്യാഭ്യാസ മത്സരത്തിൽ താക്കൾക്ക് അബദ്ധം പറ്റിയതായിട്ട് തോന്നുന്നത്. മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകരെ തൊട്ടറിയാനും കൃഷിയെ കണ്ടനുഭവിച്ചറിയാനും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രാധാന്യമാണ് ഇന്ന് ജനം വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല തന്നെയാണ് കുട്ടികളുടെ ഭാവി സുരക്ഷിതം. കുമാരമംഗലം ഈസ്റ്റ് കല്ലൂർ പൂതാളിമറ്റം എന്നറിയപ്പെടുന്ന ഈ സ്കൂൾ ഒരു കാലത്ത് ഈ നാടിൻ്റെ തിലകക്കുറിയായിരുന്നു. ഒരു കാലത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഈ വിദ്യാലയം പാശ്ചാത്യ വിദ്യാഭ്യാസം കടന്നു വന്നതോടെ അധംപതനത്തിൻ്റെ കാലഘട്ടങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യനിഷ്ഠതയോടെയുള്ള ദീർഘവീക്ഷണ വിദ്യാഭ്യാസ രീതിയുടെ ഇടപെടലുകളും പഞ്ചായത്തിൻ്റെ കൃത്യനിർവഹണം മൂലം ഈ സ്കൂൾ വികസനത്തിൻ്റെ പാതയിലാണ്. കുമാരമംഗലം പഞ്ചായത്തിൽ മറ്റ് സ്കൂളുകളും വികസന പാതയിൽ ആണെങ്കിലും ഈ സ്കൂളിന് ഹരിതഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്കൂളിൻ്റെ അന്തരീക്ഷം. ഗ്രാമീണ കാർഷിക പശ്ചാത്തലം വീണ്ടെടുക്കുന്നതിന് സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും മെമ്പറുടെയും അകമഴിഞ്ഞ പ്രവർത്തനമാണ് ഈ പ്രവേശനോത്സവം ആഘോഷമായി തീർന്നത്. ഈ പ്രവേശനോത്സവത്തിന് മുഖ്യ അതിഥിയായി എത്തിയത് ദേശീയ അന്തർദേശീയ സ്വിമ്മിംഗ് താരമായ ബേബി വർഗീസ് വണ്ടമറ്റം. സ്കൂളിന്റെ അഭിമാന നിമിഷമായിരുന്നു. ഭാവികാലത്ത് കുട്ടികൾക്ക് പാഠ്യപദ്ധതിയിൽ നീന്തലിന്റെ ആവശ്യകത, നീന്തൽ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു മുഖ്യപ്രഭാഷണം. ഈ സ്കൂളിന്റെ ഭാവി തലമുറകളുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നീന്തൽ പരിശീലനം കൊടുത്തുകൊള്ളാം എന്ന് കുട്ടികളെ ദത്തെടുത്തു. തൻ്റെ വണ്ടമറ്റത്തുള്ള നീന്തൽക്കുളത്തിൽ, തൻ്റെ വണ്ടമറ്റത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ നിരവധി കുട്ടികൾക്ക് പ്രാക്ടീസ് നൽകുന്നതിനിടെ ഈ കുട്ടികളെയും ഫ്രീ ആയിട്ട് തന്നെ പ്രാക്ടീസ് കൊടുക്കും. ഉദ്ഘാടന ചടങ്ങിന് തെളിയിച്ച് PTA പ്രസിഡന്റ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ്, 2ാം വാർഡ് മെമ്പർ ശരത്, മുഖ്യാതിഥിയായി എത്തിയ ബേബി വർഗീസ്, HM ടീച്ചർമാരുടെ നിറസാന്നിധ്യത്തിൽ പ്രവേശനോത്സവത്തിൻ്റെ പ്രകാശനം ചടങ്ങ് നിർവഹിച്ചു. അടികൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ പിള്ളേരെ പിടിച്ചു നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് നല്ല അടി കൊടുത്തെങ്കിൽ പേടിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ എന്തെന്ന് സമ്മാനം കൊടുത്താണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത്. ഒരു കുഞ്ഞു പോലും ഇവിടെ കരയുന്നില്ല. നല്ല ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ പോകുന്നത്. അപ്പം ഏറ്റവും സന്തോഷത്തോടെ കുട്ടികളെ സ്കൂളിലാക്കുന്ന മാതാപിതാക്കളും ഏറ്റവും സന്തോഷത്തോടെ സ്കൂളിലേക്ക് വരാൻ കുഞ്ഞുങ്ങളും ബന്ധം കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സ്കൂളെല്ലാം മനോഹരമായി അലങ്കരിച്ച് സമ്മാനമൊക്കെയായി ടീച്ചർമാരെന്ന് കുഞ്ഞുങ്ങളെ കാത്തിരിക്കുകയാണ്. ആ ഒരു കാലം നമുക്കറിയാം. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കുറച്ച് വിദ്യാർത്ഥികളുള്ളൂ എന്നുള്ളതിൽ വിഷമിക്കേണ്ട, ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് വേണ്ട ഏത് രീതിയിലുള്ള ശിക്ഷണമാണ്, ഏത് രീതിയിലാണ് പ്രോത്സാഹനം കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അറിയുവാനും അവരുടെ വീടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് കുഞ്ഞുങ്ങളോട് പെരുമാറുവാനുമുള്ള ഒരു വലിയ സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. ഗവൺമെന്റും അതുപോലെ പഞ്ചായത്തും ഏറ്റവും കാര്യക്ഷമമായിട്ട് സ്കൂളുകളെ കാണുന്ന ഒരു കാലഘട്ടമാണിത്. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനല്ല മെമ്പർ, ശരത്താണെങ്കിലും അല്ലാതെ വേറെ ആരെങ്കിലും എടുത്ത മെമ്പറെങ്കിലും ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും എന്നുള്ള. അടുത്തതായി ആദ്യാക്ഷരത്തിന്റെ അമൃത നുകരാൻ എത്തിച്ചേർന്നിരിക്കുന്ന പിഞ്ചോമനകളെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. അതിനായി 2ാം വാർഡ് മെമ്പർ ശരത്. ഒരു ജനകീയ ഉത്സവമായി നടത്തപ്പെടുകയാണ്. നമ്മുടെ കുട്ടികളുടെ വിശേഷം കുട്ടികളോട് ചോദിക്കണം. കൂട്ടുകാരെ,
കൂട്ടുകാരെ അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ഓ, സിനിമകളൊക്കെ ഉണ്ടോ? അവധിക്കാലം കഴിഞ്ഞ് നവാഗതരായി വന്ന കുട്ടികൾക്കെല്ലാം കിരീടമണിയിച്ച് സ്വീകരിച്ച ശേഷം നവാഗതരായി എത്തിയ കുട്ടികളെ കൊണ്ട് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം ആഘോഷമാക്കിയത്. ഞങ്ങളുടെ നേതൃത്വത്തിൽ നീന്തൽപഠിത്തം നടത്തിയിട്ടുള്ള അവസരമാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും തീർച്ചയായും സാറിന്റെ ശിക്ഷണത്തിൽ നീന്തൽ പഠിക്കണം. ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് ഈസ്റ്റ് കലൂരിൽ നിന്നും കെ വിജയൻ.